ഈ ഒരു വീഡിയോയ്ക്ക് അധികം വ്യൂസ് പോലും കാണില്ല. കാരണം ഈ ഒരു തംബ്നെയിൽ കാണുന്ന പേരൻസ് പലപ്പോഴും ഇത് ക്ലിക്ക് ചെയ്ത് കാണില്ല. കാരണം തൻ്റെ മക്കൾ എന്തായാലും ലഹരിയൊന്നും ഉപയോഗിക്കത്തില്ല എന്നൊരു ഓവർ കോൺഫിഡൻസ് പല മാതാപിതാക്കൾക്കും ഉണ്ടാവും. കാരണം തങ്ങളുടെ മുമ്പിൽ അവർ വളരെ നല്ലവരാണ്. അപ്പോൾ ഒരിക്കലും അവരങ്ങനെ പോകാൻ ചാൻസ് ഇല്ല. രാവിലെ സ്കൂളിൽ പോകുന്നു, വൈകിട്ട് തിരിച്ചു വരുന്നു, റൂമിൽ കയറുന്നു, കതകടച്ച് പഠിക്കുന്നു എന്നാണ് പല മാതാപിതാക്കളും വിചാരിക്കുന്നത്. ഈ അടുത്തിടെ നടന്ന പല കേസുകളും കൊലപാതകങ്ങളാണെങ്കിലും അതേപോലെ ഡ്രഗ്സിൻ്റെ കാര്യത്തിൽ പിടിക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണെങ്കിലും പിടിക്കപ്പെടുമ്പോഴാണ് പലപ്പോഴും വീട്ടുകാർ പോലും അറിയുന്നത് തങ്ങളുടെ മക്കൾ ഡ്രഗ്സ് ഉപയോഗിച്ചിരുന്നു എന്ന്. അതാണ് ഈ ഡ്രഗ്സ് വിൽക്കുന്നവരുടെ വിജയവും. വീട്ടിലൊരു ഈച്ച പോലും അറിയാതെ നിങ്ങളുടെ മക്കളെ വഴിതെറ്റിക്കാൻ അവർക്ക് നന്നായിട്ട് അറിയാം. ചില പേരൻസ് വിചാരിക്കും എൻ്റെ മക്കൾ ഇത്ര ഹൈ ക്ലാസ് ആയിട്ടുള്ള സ്കൂളിലാണ് പഠിക്കുന്നത്, അവിടെയൊന്നും ഇങ്ങനെ ഉണ്ടാവില്ലെന്ന്. വെറും തെറ്റിദ്ധാരണയാണ്. ഹൈ ക്ലാസ് സ്കൂളെന്നോ സാധാരണ സ്കൂളെന്നോ ഗവൺമെൻറ് സ്കൂളെന്നോ എന്നൊന്നും ഇല്ല ഇക്കാലത്ത്. എല്ലാ സ്കൂളിലും കോളേജുകളിലും ലഹരി എന്നൊരു സംഭവം ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. ലഹരിയുടെ വാർത്ത വരുമ്പോൾ പലപ്പോഴും പലരും ഗവൺമെൻറ്റിനെയാണ് കുറ്റം പറയുന്നത്. ഗവൺമെൻറ്റിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. ഇത്രയും ജനസംഖ്യ കൂടി വരുന്ന കാലത്ത് അതിനനുസരിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരൊന്നും ഗവൺമെൻറ് സൈഡിലില്ല. അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെ വീട്ടിലും കയറിയിട്ട് ലഹരി കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ എല്ലാ ഉദ്യോഗസ്ഥർക്കൊന്നും കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗവൺമെൻറ്റിനെ ഒന്നും ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കുറ്റം പറയാൻ പറ്റുന്നത് നമ്മളെ തന്നെയാണ്. നമ്മൾ കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. സിംഗപ്പൂർ പോലെയുള്ള രാജ്യത്ത് വധശിക്ഷ നൽകുന്നതിൽ ഏറ്റവും പ്രധാന കുറ്റകൃത്യമാണ് ഈ ഒരു ഡ്രഗ്സ് സെയിൽ ചെയ്യുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡ്രഗ്സ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ വധശിക്ഷയ്ക്ക് കാരണമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ്. നമുക്ക് ലുലു മാൾ എന്ന പോലെ തന്നെ സിംഗപ്പൂരിലെ ഏറ്റവും വലിയ ഒരു ഷോപ്പിംഗ് മാളാണ് മുസ്തഫ മാൾ എന്ന് പറയുന്നത്. അവിടെ അതിൻ്റെ ഓണർ, ഈ മുസ്തഫ മാളിൻ്റെ ഓണറിൻ്റെ മകനെ സിംഗപ്പൂർ ഗവൺമെൻറ് തൂക്കിക്കൊന്നതാണ്. അപ്പോൾ ആ വാർത്ത ഞാൻ അന്ന് കേട്ടപ്പോൾ എനിക്കത് ഭയങ്കര അതിശയം തോന്നി. ഇത് എന്തൊരു ഗവൺമെൻറ്, ഒരു ഡ്രഗ്സ് ആൾക്കാർക്ക് അബദ്ധമൊക്കെ പറ്റുന്നതല്ലേ, ഒരു ഡ്രഗ്സ് വിറ്റു എന്ന് കരുതിയിട്ട് അങ്ങനെ തൂക്കിക്കൊല്ലാനൊക്കെ പാടുണ്ടോ എന്ന് അന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇന്ന് തോന്നുന്നു സിംഗപ്പൂർ ഗവൺമെൻറ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ശരി. മൈനറാണെങ്കിലും മേജറാണെങ്കിലും ഡ്രഗ്സ് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അവരെ തൂക്കിക്കൊല്ലുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഒരു ശിക്ഷ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉറപ്പായും പേടി വരും. ഒരു കുടുംബത്തെ മാത്രമല്ല, ഒരു രാജ്യത്തെ വരെ നശിപ്പിക്കാൻ ഇന്ന് ഡ്രഗ്സിന് കഴിയുന്നുണ്ട്. നമ്മുടെ മക്കൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയാൻ ചില ടെസ്റ്റുകൾ നമുക്ക് തന്നെ ചെയ്യാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ നിങ്ങളുടെ കുട്ടിയുടെ പ്രായം ഒരിക്കലും പരിഗണിക്കരുത്. ചിലപ്പോൾ നിങ്ങളുടെ കുട്ടി 6ലോ 7ലോ ആയിരിക്കും. അവൻ അതിനൊന്നും പ്രായമായിട്ടില്ല എന്നൊരു മിഥ്യാധാരണയൊന്നും മനസ്സിൽ വെക്കാതിരിക്കുക. 5ാം ക്ലാസ് തൊട്ടുള്ള കുട്ടികളെ നിങ്ങൾ സംശയിക്കണം. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നിങ്ങളുടെ മക്കൾ ഒരിക്കലും ഇതിൽ പോവരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനഃപൂർവ്വം സംശയിക്കുക എന്ന് കരുതിയിട്ട് ഒരിക്കലും കുട്ടിയോട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും പോകാൻ പാടില്ല. ചിലപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും അറിയാത്തൊരു കുട്ടിയായിരിക്കും. നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴായിരിക്കും അത് കൂടുതൽ അന്വേഷിച്ച് തുടങ്ങുന്നത്. ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാതെ നിങ്ങൾ സൈലൻ്റായിട്ട് വാച്ച് ചെയ്യുക. അതിനാദ്യം വേണ്ടത് വല്ലപ്പോഴും നിങ്ങൾ കുട്ടികളെ മാത്രം സ്കൂളിൽ വിട്ടാൽ പോരാ, വല്ലപ്പോഴും നിങ്ങളും കൂടി സ്കൂളിൻ്റെ പടി കാണണം. PTA മീറ്റിങ്ങിന് മാത്രമല്ല സ്കൂളിൽ പോകേണ്ടത്. പരമാവധി നിങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സ്കൂളിൽ പോയിട്ട് ടീച്ചേഴ്സിൻ്റെ അടുത്തും അതേപോലെ HMൻ്റെ അടുത്തൊക്കെ ജസ്റ്റ് സംസാരിക്കുക. നിങ്ങളുടെ മക്കളെ കുറിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചറിയുക. ചിലപ്പോൾ പേരൻസിൻ്റെ അടുത്ത് ടീച്ചേഴ്സൊക്കെ തുറന്നു പറയാറുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഒരു ഹിൻഡ് കിട്ടും. അതേപോലെ സ്കൂളിൽ പലപ്പോഴും കൂട്ടുകാരോടൊന്നും വീട്ടമ്മമാർക്കോ അല്ലെങ്കിൽ അച്ഛന്മാർക്കോ ഒന്നും വലിയ അടുപ്പം കാണില്ല. നിങ്ങളുടെ മക്കളുടെ കൂടെയുള്ള കൂട്ടുകാരൊക്കെയാണോ അവരോട് നിങ്ങൾ കോണ്ടാക്റ്റ് വെക്കുക. അവരെ ഇടയ്ക്കൊക്കെ ഫോണിൽ വിളിച്ച് അവരോടും അവരുടെ പേരൻസിനോടും സംസാരിക്കുക. ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ ആ കുട്ടികൾ നിങ്ങൾക്ക് ചിലപ്പോൾ പറഞ്ഞു തന്നേക്കാം, അല്ലെങ്കിൽ അവരുടെ പേരൻസ് അറിഞ്ഞിട്ട് അവർ നിങ്ങൾക്ക് എന്തെങ്കിലും സൂചന തന്നേക്കാം. കൂട്ടുകെട്ടാണ് പലപ്പോഴും കുട്ടികളെ തെറ്റിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കൂട്ടുകാരുമായിട്ട് നിങ്ങൾക്കും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ സൂചനകൾ നമുക്ക് കിട്ടുകയുള്ളൂ. അടുത്തത് ചെയ്യേണ്ടത്, നിങ്ങളുടെ കുട്ടി റൂമിൽ കയറിയ ശേഷം ഒരുപാട് നേരം കതകടച്ചിരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും സ്വന്തമായിട്ടൊരു റൂം കൊടുക്കും. ഇനിയുള്ള കാലം അത് തെറ്റായ രീതിയാണ്. ഒരിക്കലും അവർക്ക് അധികം പ്രൈവസി കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഡ്രസ്സ് മാറാൻ അങ്ങനെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ച് സമയം അനുവദിക്കുക. അല്ലാത്ത സമയം പരമാവധി നിങ്ങളുടെ റൂമിൽ തന്നെ കിടക്കാൻ അനുവദിക്കുക. ഈ ഒരു അടുത്ത സമയത്ത് വന്ന ട്രെൻഡാണ് പേരൻസ് ഒരു റൂമിലും കുട്ടികൾ വേറൊരു റൂമിലും. അതിൻ്റെ ആവശ്യമില്ല. കൂട്ടുകുടുംബം എന്നുള്ള രീതിയിൽ തന്നെ ഒരു റൂമിൽ എല്ലാവരും ഉറങ്ങുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക. കാരണം അങ്ങനെ ആവുമ്പോൾ ഇവർക്ക് തനിച്ചിരുന്ന് ഓരോ കാര്യങ്ങൾ ചിന്തിക്കാനും ഓരോ കാര്യങ്ങൾ ഉപയോഗിക്കാനും ഒക്കെയുള്ള ഒരു മനസ്ഥിതി മാറിക്കിട്ടും. എപ്പോഴും നിങ്ങളുടെ കൺവട്ടത്ത് അവരുണ്ടാവും.
പേഴ്സണൽ സ്പേസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാദിക്കാൻ ആൾക്കാരുണ്ടാകും. അതൊന്നും ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ സേഫ് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പരമാവധി നമ്മുടെ കൂട്ടത്തിൽ കുട്ടികളെ നിർത്തുക. നമ്മളുടെ കൂടെ ഫുഡ് കഴിക്കുന്നു, നമ്മുടെ കൂടെ ഉറങ്ങുന്നു. അപ്പോൾ ആ കുട്ടികൾക്ക് കുറച്ചും കൂടെ സംസാരിക്കാനും ഓപ്പണായിട്ട് പറയാനും ഒക്കെ അവർക്ക് സമയം കിട്ടും. അപ്പോൾ അവരിങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും അധികം പോകില്ല. അപ്പോൾ നിങ്ങളുടെ കുട്ടി ഒരുപാട് സമയം കതക് അടച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം. അതേപോലെ ചില കുട്ടികൾ ബാത്റൂമിൽ കയറിയിട്ട് കതക് അടച്ച് ഒരുപാട് നേരം ഇരിക്കും. അപ്പോൾ അത് പലപ്പോഴും നമ്മൾ ചോദിക്കും ബാത്റൂമിൽ പൊതുവേ ബോയ്സിനൊക്കെ പോയാൽ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ടാണെന്ന് കരുതും. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ ശ്രദ്ധിക്കണം. അവർ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ ശേഷം ബാത്റൂമും റൂമും ഒക്കെ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും വസ്തുക്കളുണ്ടോ എന്ന് നോക്കുക. അതേപോലെ ഫോണുമായിട്ട് ഒരിക്കലും ബാത്റൂമിലും റൂമിലും കയറി അധികം നേരം ഇരിക്കാൻ സമ്മതിക്കാതിരിക്കുക. ഒരു പ്രായം കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു 7ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും പേരൻസ് കുട്ടികളുടെ അടുത്ത് അധികം സംസാരിക്കാറില്ല. കുട്ടികൾക്കും പൊതുവേ ഞാൻ കുറച്ച് മെച്യൂർഡായി എന്നുള്ളൊരു ഇമേജ് വന്നു കഴിഞ്ഞാൽ അവരും പേരൻസിൻ്റെ അടുത്ത് അധികം സംസാരിക്കില്ല. തെറ്റായ രീതിയാണ്. നിങ്ങൾ തന്നെ അവരുടെ പിറകെ നടന്നു. ഒരു ദിവസം ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നു, അന്ന് വൈകുന്നേരം എന്തൊക്കെ നടന്നു, അന്നത്തെ ദിവസം മുഴുവൻ എന്തൊക്കെ നടന്നു എന്നൊക്കെ നിങ്ങൾ ചോദിച്ചറിയുക. അപ്പോൾ നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അവിടെ മോനെയോ മോളെയോ വിളിച്ചിരുത്തിയിട്ട് അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്നേഹത്തോടെ ചോദിച്ചറിയുക. ഒരു കൂട്ടുകാരടുത്ത് സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കുക. അപ്പോൾ അവർ ആദ്യമൊക്കെ പറഞ്ഞില്ലെങ്കിലും പിന്നീട് നിങ്ങളുടെ ഓരോ വിശേഷങ്ങൾ വന്ന് പറഞ്ഞു തുടങ്ങും. നിങ്ങൾക്ക് കുട്ടികളോട് ഒരിക്കലും ദേഷ്യപ്പെട്ട് സംസാരിക്കരുത്. ഇന്നത്തെ കുട്ടികൾ നിങ്ങൾ എത്ര ദേഷ്യപ്പെട്ട് കഴിഞ്ഞാലും ഒരു കാര്യവുമില്ല, അതിൻ്റെ അപ്പുറം വൈരാഗ്യം വെക്കുന്ന കുട്ടികളാണ്. ദേഷ്യപ്പെട്ട് ആദ്യം ഒന്ന് ഭയം കാണിച്ചാലും പിന്നീട് അവർ ആ ഭയമൊക്കെ മാറി നിങ്ങളെക്കാളും സ്ട്രോങ് ആകും. അതുകൊണ്ട് തന്നെ പേടിപ്പിച്ച് നിർത്തുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ല. പകരം നിങ്ങൾക്ക് ഇമോഷണലി അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അവസ്ഥയും നിങ്ങൾക്ക് അവരെ ഉള്ളൂ പ്രതീക്ഷ, നിങ്ങളിലാണ് പ്രതീക്ഷ. മക്കൾ വേണം നമ്മളെ നോക്കാൻ, നമ്മളിപ്പോൾ നന്നായിട്ട് പഠിപ്പിക്കുന്നു, നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടൊക്കെ നിങ്ങളുടെ വിഷമങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. ഓവർ ഷെയർ ചെയ്യരുത്. കാരണം അതും ചില കുട്ടികൾക്ക് ഒരുപാട് ഡിപ്രഷനിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇത്രയും ബുദ്ധിമുട്ടുള്ളൊരു വീട്ടിലാണല്ലോ ഞാൻ ജീവിക്കുന്നതെന്നുള്ള ഡിപ്രഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം ലെവലിൽ നിങ്ങൾ കുട്ടികളെ ഇമോഷണലി നിങ്ങളുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിർത്തുന്നത് നല്ലതായിരിക്കും. കുട്ടികളുടെ റൂമും ബാഗും ഒക്കെ എന്നും ചെക്ക് ചെയ്യണം. അവർ കാണുക ചെക്ക് ചെയ്യരുത്. കാണാതെ എപ്പോഴെങ്കിലും നിങ്ങൾ ആ ബാഗും റൂമും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും ഒരു സിറിഞ്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും ഗുളികയോ കണ്ടു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും നിങ്ങളത് പരിശോധിക്കണം. ചിലപ്പോൾ ഗുളിക കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത് എന്തെങ്കിലും തലവേദനയ്ക്ക് വാങ്ങിച്ചായിരിക്കുന്നു. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പോൾ തന്നെ നിങ്ങൾ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിലോ ഡോക്ടറിനെയോ കാണിച്ച് ഈ ഗുളിക എന്തിനാണ്, ഇതിന് ഓവർ യൂസ് കൊണ്ട് എന്തെങ്കിലും ലഹരി എഫക്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചറിയുക. നമ്മുടെ മക്കൾ അങ്ങനെ ചെയ്യില്ല എന്നൊരു മുൻവിധി ഒരിക്കലും പാടില്ല. ചിലപ്പോൾ ചില ഗുളികകൾ, അതേപോലെ നമ്മൾ വൈറ്റ്നർ, മഷി മായ്ക്കാൻ ഉപയോഗിക്കുന്ന വൈറ്റ്നർ, അതൊക്കെ ലഹരി പദാർത്ഥങ്ങളാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ വന്നിട്ടുള്ള MDMA ഒക്കെ പല രൂപത്തിലുണ്ടാവും. ചിലപ്പോൾ ഒരു പൗഡർ ഫോം ആയിരിക്കും, നമുക്ക് തിരിച്ചറിയാൻ പോലും കഴിയില്ല. പൗഡറാണെന്ന് നമ്മൾ കരുതും. അപ്പോൾ അതൊക്കെ നിങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് ആരെങ്കിലും അറിവുള്ള ആൾക്കാർക്ക് ചോദിച്ചിട്ട് അതാണോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ ഉറപ്പാക്കുക. എന്തെങ്കിലും നിങ്ങൾ അസ്വാഭാവികമായിട്ട് കാണുവാണെങ്കിൽ അത് വലിയൊരു ഒച്ചപ്പാടും വീട്ടിൽ പ്രശ്നവുമാക്കാതിരിക്കുക. പലപ്പോഴും കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. പകരം നിങ്ങളൊരു ഡോക്ടറെയോ ഒരു കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയിട്ട് കുട്ടികളെ കൗൺസിൽ ചെയ്ത് മാറ്റിയെടുക്കാൻ നോക്കുക. സ്കൂളിൽ ടീച്ചേഴ്സിൻ്റെ അടുത്ത് കാര്യം അവതരിപ്പിച്ച് അവർ വഴിയൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ നോക്കുക. കുട്ടി ഒരു തെറ്റ് ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ ഒറ്റപ്പെടുത്താതെ, ചിലപ്പോൾ നിങ്ങളുടെ മറ്റു മക്കൾ ഇതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, അപ്പോൾ ഇവൻ മാത്രമാണ് മോശം അല്ലെങ്കിൽ ഇവൾ മാത്രമാണ് മോശം എന്നുള്ള രീതിയിൽ ഒറ്റപ്പെടുത്താതെ അവരെ ചേർത്ത് നിർത്തുക. സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൗൺസിലിംഗ് കൊടുത്ത് അതിന് ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് നിങ്ങൾ കൗൺസിലിംഗ് കൊടുക്കുക. എന്നിട്ട് നിങ്ങളെ ചേർത്ത് നിർത്തുക. കുട്ടി ഒരിക്കലും ഒറ്റപ്പെടുത്താതിരിക്കുക. ചിലപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാകും അത് തെറ്റാണ് ചെയ്തതെന്ന്. പക്ഷേ എല്ലാവരും ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അത് വീണ്ടും അതിൻ്റെ ആ വഴിയെ തന്നെ പോകാൻ ചാൻസ് കൂടുതലാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളിൽ അമിത ക്ഷീണമുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് വെള്ളം കുടിക്കുന്നുണ്ടോ, ഫുഡിനോട് ഒരു ആർത്തിയും കാണിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഫുഡ് വേണ്ടാന്ന് പറയുക, ബോഡി നന്നായിട്ട് ക്ഷീണിച്ച് മെലിഞ്ഞ് വരിക, അതേപോലെ മുടിയൊക്കെ വെട്ടാതെ എപ്പോഴും അലസമായിട്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ കൂടുതൽ സമയവും പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നു, ഡിപ്രഷൻ കാണിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുട്ടികളടുത്ത് ഓപ്പണായിട്ട് സംസാരിക്കുക. കുട്ടികളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. പറ്റുമെങ്കിൽ ഇടയ്ക്കൊക്കെ അവർക്ക് കൗൺസിലിങ് സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് കൊടുക്കുന്നതും നല്ലതായിരിക്കും. ഏറ്റവും പ്രധാനം മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ കുട്ടി ഇതൊന്നും ഉപയോഗിക്കില്ല എന്ന മുൻവിധി മാറ്റുക എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ല. ആർക്ക് വേണമെങ്കിലും, പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ഏത് പ്രായമാണെങ്കിലും ഇതൊക്കെ സംഭവിക്കാം. അങ്ങനെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഇങ്ങനെ ലഹരി വിൽക്കുകയോ ഏതെങ്കിലും വീടുകളിൽ ഇങ്ങനത്തെ പാർട്ടികളോ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളത് പോലീസിൽ രഹസ്യമായിട്ട് അറിയിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. കാരണം നാളെ ആ ഒരു ലഹരി നമ്മുടെ വീട്ടിലേക്കും വരാൻ 100% ചാൻസ് കൂടുതലാണ്. നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമേ ഇനി ഇത് കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്നും ഒക്കെ ഈ ലഹരി മാറ്റാൻ കഴിയുകയുള്ളൂ.